നമസ്തേ. കലനിറയും കൊല്ലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ കൊല്ലത്തിനും സ്വാഗതം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഇനി 2 ദിനം മാത്രമേ ബാക്കിയുള്ളൂ. 2 ദിനം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം 4ാമത്തെ പകൽ അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കലോത്സവത്തിന്റെ ഈ ഉത്സവം ഇതിവിടെ അവസാനിക്കില്ലേ എന്ന പ്രാർത്ഥന തന്നെയായിരിക്കും എല്ലാവരും മനസ്സിൽ. അതുകൊണ്ടാണ് നീട്ടി 2 ദിനം എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മോടൊപ്പം കൊച്ചുമിടുക്കന്മാരും മിടുക്കന്മാരും ഒക്കെ അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കി വീണ്ടും നമ്മുടെ ജനം ടിവിയുടെ പവലിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ധനഞ്ജയ് കൃഷ്ണയാണ് എന്നോടൊപ്പം ഉള്ളത്. ധനഞ്ജയ് കഥകളി സംഗീതത്തിന്റെ എ ഗ്രേഡ്, തൃശ്ശൂർ നാണി കൊച്ചുമിടുക്കൻ. ഒന്ന് പരിചയപ്പെടുത്തു സ്കൂള്. എൻ്റെ പേര് ധനഞ്ജയ് കൃഷ്ണൻ. ഞാൻ SDVHSS പേരാമംഗലത്താണ് വരുന്നത്, തൃശ്ശൂര്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം കഥകളി സംഗീതം? എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ എ ഗ്രേഡ് കിട്ടിയത് നല്ല ഭാഗ്യം. ഹൈസ്കൂൾ വിഭാഗം കഴിഞ്ഞ വർഷം കോഴിക്കോട് മത്സരിച്ചിരുന്നു. അതിലും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടി. അപ്പൊ പാടുകല്ലേ? 2 വരി പാടാം. സുന്ദരി ദമയന്തി ശൃണു ഭൈമി നിന്നെ രക്ഷിപ്പാൻ ഇന്ന് അരിമ എനിക്കിന്നു വന്നു ആധി ചൊന്നാൽ ആരേക്കാമോ എന്നെയും നിന്നെയും നീ തന്നെ കാത്തുകൊള്ളേണം. നല്ല ഡെപ്ത് ഉള്ള വോയിസ് മോനെ. കയ്യടി, നല്ലൊരു കയ്യടി. 8:30 ട്രെയിൻ ഉണ്ട്, തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എങ്കിലും അതിന് മുൻപായി ഒരു പാട്ട് കൂടി പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്? ഫിലിം സോങ് ആണോ? ഒരു രാപ്പകൽ സിനിമത്തെ ഒരു പാട്ട് പഠിക്കും. തങ്കമനസ്. നമുക്ക് ട്രാക്കും കൂടി ഇടണ്ടേ? ഓക്കെ. ധനഞ്ജയ്, ഈ മത്സരത്തിന്റെ തിരക്കുകൾക്കും തയ്യാറെടുപ്പുകൾക്കും ഒക്കെ ഇടയിൽ കൊല്ലം ചുറ്റിക്കാണുന്ന സമയം കിട്ടിയോ മോനെ? ഇല്ല, ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പോൾ ഇന്നലെ രാത്രി 9:30 എത്താൻ, അത് നേരിട്ട് റൂം പോയി, പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്നു. സമയം കിട്ടിയില്ല. ഇന്ന് 8:30 തന്നെ തിരിച്ചും പോവുകയാണ്. കൊല്ലം ഒന്ന് കാണണ്ടേ? ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയുണ്ട്? എന്നാലും ഈ മത്സരത്തിൽ വന്നപ്പോൾ ഇവിടെയുള്ള കാണികളുടെ ഒരു സഹകരണം, ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അധികം പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഇവൻ എൻ്റെ അച്ഛനമ്മയായാലും. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ചേട്ടനാണ് ഞങ്ങളെ വഴി കാണിച്ചത്. അതും നല്ല മനുഷ്യന്മാരാണ്, നല്ല മനസ്സുള്ളവരാണ്. ഓക്കെ, അതിനും കൈയടി. കൊല്ലംകാരാണ്, കൈയടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാക്ക് ശരിയായിട്ടില്ല. പക്ഷെ ട്രാക്ക് ഒന്നും വേണ്ട, മിടുക്കനാണ്, അല്ലാതെ തന്നെ പഠിക്കും. ഇപ്പോഴൊന്ന് ചിരിച്ചു കണ്ടത് കേട്ടോ, ഭയങ്കര സീരിയസ് ആണ്. പഠിക്കും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടിപ്പൈക്കിടവ് കോടിപ്പാവുടുത്ത് വിശുദ്ധൈനവുമായി വിഷു കൈനീട്ടമെൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു പാൽ വീഴും
തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടിപ്പൈക്കിടവ്. വരിയൊക്കെ തെറ്റിണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഓക്കെ. അതിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എന്തായാലും മത്സരിക്കാൻ എത്തും. അടുത്ത വർഷം കലോത്സവം എവിടെയാണെന്ന് നോക്കണ്ട, നേരെ ജനം ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയേക്കണം. ഓക്കെ, മത്സരിച്ച് എ ഗ്രേഡ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു.